ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ ഒരാൾ നേരത്തെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് പറയും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ എന്തൊരു ചൂടാലേ. ഇന്നലെയും നല്ല മഴക്കാറ് ഇതുണ്ടായിരുന്നു, പക്ഷെ മഴ പെയ്തിട്ടില്ല. ഭയങ്കര ചൂട്. പുറത്തിരിക്കുമ്പോൾ കുറച്ച് തണുപ്പും ആശ്വാസമുണ്ട്. ഇന്നെന്താ പരിപാടി? ഇവിടെ രാവിലെ എഴുന്നേറ്റ് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറേ അണ്ണാരക്കണ്ണന്മാരും കിളികളും എല്ലാം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ കുറച്ച് നേരം ഇരിക്കും, എന്നിട്ട് മാത്രമേ അടുക്കളയിലോട്ട് കയറുള്ളൂ. എവിടെയാണ് പോകുന്നത്? അണ്ണാർക്കണ്ണൻ ഇന്ന് വന്നില്ല, വരും കുറച്ച് നേരം കഴിയും. രാവിലെ എഴുന്നേറ്റാൽ ചെയ്യുന്ന ആദ്യത്തെ കാര്യം ഇതാണ്. നമ്മളിവിടെ ഒരു കുടുക്കയിൽ വെള്ളം വെക്കാറുണ്ട്. അപ്പോൾ അത് ഡെയിലി വെള്ളം മാറ്റി വെക്കും, പുതിയ വെള്ളം വെക്കും. രാവിലെ ഉറങ്ങി എഴുന്നേറ്റ ഉടനെ അതാണ് ചെയ്യുന്നത്. പക്ഷിയും കാക്കയും പൂച്ചയും എല്ലാവരും വന്നിട്ട് കുടിക്കും. ചെറിയ പക്ഷികളൊക്കെ ഇതിലിങ്ങനെ കിടന്ന് കുളിക്കും, ചെറിയ ചെറിയ പക്ഷികൾ. നമ്മൾ അണ്ണാറക്കണ്ണൻ വരുന്നുണ്ട്. അതിങ്ങനെ ഓരോ തെങ്ങിൻ്റെ മേലെ കൂടിയും ഇതിങ്ങനെ ചാടി ചാടി വരും. അങ്ങ് ദൂരെന്ന് ചാടി ചാടി പിന്നെ നമ്മളെ ഈ തെങ്ങിൻ്റെ മേലെ ഇവിടെ വരും. ഈ ഷീറ്റിൻ്റെ മേലെ കയറി അവിടെ നിന്ന് തുള്ളി ഈ തെങ്ങിൻ്റെ മേലെ കയറി ഇങ്ങനെ വരും. നമ്മളെ കാണുന്നുണ്ട് അത് വരും. മാങ്ങയുണ്ട്, അണ്ണാർക്കണ്ണന് കൊടുക്കാൻ മാങ്ങയുണ്ട്. ഇവിടെ ഒരുപാട് വെറൈറ്റി പക്ഷികളുണ്ട് കേട്ടോ. ഓരോ കളറിലും നമ്മൾ അധികം കാണാത്ത തരത്തിലുള്ള ഒരുപാട് വെറൈറ്റി കളറ് പക്ഷികളെല്ലാം കാണാറുണ്ട്. നമ്മളിപ്പം പക്ഷികൾ ഇതെല്ലാം അങ്ങനെ അധികം കാണാറില്ലല്ലോ. എല്ലാം അവരൊക്കെ ഇങ്ങനെ എന്താ പറയുക, വംശനാശം നേരിടുന്ന പോലത്തെ അങ്ങനെ ഓരോ വെറൈറ്റി പക്ഷികൾ ഇവിടെ കാണാറുണ്ട് നമ്മളെ ഈ വീട്ടിൻ്റെ പരിസരത്ത്. നമ്മൾ അങ്ങേ വീട്ടിലൊന്നും അങ്ങനെ അണ്ണാറക്കണ്ണനെ പോലും കാണാറില്ല. നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് ഇപ്പം വീണ്ടും അണ്ണാറക്കണ്ണനെ കാണാൻ തുടങ്ങിയത്. നമ്മളെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് മയിൽ വരാറുണ്ട്. മയിലിപ്പോൾ അധികം ഇടത്തുണ്ട്, എന്നാലും ഇവിടെ അധിക ദിവസങ്ങളിലും ഉണ്ടാവും മയിൽ. വലിയ പീലിയുള്ള മയിലൊക്കെ വരാറുണ്ട്. നമ്മളെ ഇപ്രാവശ്യത്തെ വിഷുക്കണി എന്ന് പറയുന്നത് മയിൽ തന്നെയായിരുന്നു. വിഷു ആയെന്ന് രാവിലെ ഇവിടുന്ന് നല്ല സൗണ്ട് ഉണ്ടാവും. അത് വരുന്ന സമയത്ത് നല്ല സൗണ്ട് ഉണ്ടാക്കും. പീ പീ വിളിക്കുന്നത് പോലെ ഒരു സൗണ്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ സൗണ്ട് കേട്ടിട്ട് വന്ന് നോക്കുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ മുന്നിലത്തെ പറമ്പിൽ വലിയ പീലിയുള്ള മയിൽ. പീലി വിടർത്തിയിട്ടൊന്നുമില്ല, പക്ഷേ നല്ല നീളത്തിലുള്ള പീലിയായിട്ട് വലിയ മയിൽ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പം തന്നെ
ശരിക്കും എന്താ പറയണ്ടേ, നമ്മൾ വിഷുവിന് ശ്രീകൃഷ്ണനെ കണ്ട ഒരു കണി കണ്ട ഒരു ഇതായിരുന്നു, ഫീലിംഗ് ആയിരുന്നു. നല്ല വലിയ മയിലിനെയൊക്കെ കണി കണ്ടിട്ട് നമ്മളിനി കുറച്ച് നേരം ഈ ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കും. രാവിലെ എഴുന്നേറ്റിട്ട് കുറച്ച് നേരം ബെഞ്ചിൽ ഇങ്ങനെ ഇരുന്ന് എന്നിട്ട് ഇനി കിച്ചണിലോട്ട് കയറാം. ഇപ്പം സ്കൂളില്ലാത്തത് കൊണ്ട് ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കാനെല്ലാം പറ്റും. സ്കൂളുള്ള ദിവസം ഇതൊന്നും നടക്കില്ല. ഉറങ്ങി എഴുന്നേറ്റ് ഉടനെ അടുക്കളയിലോട്ട് ഓട്ടവും. ഇനിയിപ്പോൾ അത്ര ദിവസമല്ലേ ഉള്ളൂ സ്കൂൾ തുറക്കാൻ, ഇനി 2 ആഴ്ചയുള്ളൂ അല്ലേ. അപ്പോൾ ഇനി വേഗം ബ്രഷ് ചെയ്യാം. ബ്രഷ് ചെയ്യാം. ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി എന്താ ചെയ്യുന്നത്? സൈക്കിൾ ഓടിക്കാനാ? സൈക്കിൾ ഓടിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ മോൻ എഴുന്നേൽക്കുന്നുണ്ട്. അവന് രാവിലെ ജിമ്മിൽ പോകണം. ഇനിയിപ്പോൾ സ്കൂള് തുറന്നു കഴിഞ്ഞാൽ വൈകുന്നേരം പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ രാവിലെയാണ് പോകുന്നത്. ഓക്കെ, ബൈ. അപ്പോൾ ഇതെൻ്റെ ഡ്രോയിങ് ബുക്കാണ്. ഇത് എൻ്റെ ഡ്രോയിങ് ബുക്ക് ആണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചത് ഇതിനകത്ത് എന്തൊക്കെ ഡ്രോയിങ് ചെയ്തിട്ടുണ്ടെന്ന്. ഇത് എൻ്റെ ചേട്ടൻ്റെ ആണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഡ്രോയിങ് ചെയ്ത സൈനും ഇടണമെന്ന്. അപ്പോൾ ഇത് സൈന് നേരെ കാണിക്കേ. ഇതെങ്ങനെ ഉണ്ടെന്ന് പറയണം. എല്ലാം ഇത് ചേട്ടൻ വരച്ചത്. നെക്സ്റ്റ് ഓരോന്ന്. അയ്യോ അത് വേണ്ട, കാണിക്ക്. വൃത്തിയില്ല. കുഴപ്പമില്ല, കാണിക്കേ. അതല്ല, ഇത് ഞാൻ വിഷുക്കണി. വിഷുവിൻ്റെ വിഷുവിൻ്റെ പിറ്റേന്നാണ് മറ്റാണ് വിഷുക്കണി വരച്ചത്. അതല്ല, ഇപ്പുറത്തെ സൈഡ് കാണിക്ക്. അത് നോക്കട്ടെ, കുഴപ്പമില്ല, നോക്കട്ടെ. കൃഷ്ണനെ വരച്ചേ. കുഴപ്പമൊന്നുമില്ല. കൈ എന്തോ ഒരു വികലാംഗനെ പോലെ ഉണ്ട്. ഓടക്കുഴ വായിൽ തിരികെ കയറ്റി. കുഴപ്പമില്ല, സ്റ്റാർട്ടിങ് അല്ലേ. അങ്ങനെ വരച്ച് അങ്ങനെ തെറ്റിട്ട് വരച്ച് തന്നെയാണ് നല്ല വൃത്തിയിലാവുക, ശീലിക്കുക. അതും ഓക്കെ, ഗുഡ്. കുഴപ്പമില്ല. ഇനി നെക്സ്റ്റ് ടൈം ഇതിൽ ശരിയാക്കാം. ഇത് ചേട്ടൻ വരച്ചത്, അപ്പൂസ് വരച്ചത്. കഴിഞ്ഞോ? ഇത് ചേട്ടൻ വരച്ചതല്ലേ? പകുതിക്ക് വെച്ചതാ, വരച്ച് കഴിഞ്ഞില്ല, കംപ്ലീറ്റ് ആയില്ല അല്ലേ? ഇത് ബ്രഷ് പെന്ന് തീരാനായിമ്മ ഇരിക്കുമ്പോ പറ്റുന്നില്ല. അടുത്ത എനിക്ക് ഇഷ്ടമായി. ഇത് ഞാൻ വരച്ചത് തന്നെയാണ്. എൻ്റെ സൈന് കണ്ടിട്ട് പഠിക്കണ്ട. നോക്കട്ടെ. വെരി ഗുഡ്. പാണ്ട ഫസ്റ്റ് കണ്ണ് ഇങ്ങനെയൊക്കെ ആണുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ശരിയാക്കി സ്കെച്ച് ആക്കുമ്പോൾ ഇനിയും വരക്കണം. ഡെയിലി വരച്ച് ട്രൈ ആണ്. അപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശരിയാവുള്ളൂ. എനിക്ക് ക്രാഫ്റ്റും ഇങ്ങനത്തെ ഉണ്ടാക്കാനും ഡ്രോയിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മറ്റേ പേപ്പർ കപ്പിനെ കൊണ്ട് ഡസ്റ്റ്ബിൻ ഉണ്ടാക്കിയായിരുന്നു. പിന്നെ ക്യാൻഡി ഡിസ്പെൻസർ ഉണ്ടാക്കാൻ നോക്കിയിട്ടായിട്ടില്ല. അതിൻ്റെ കാർഡ്ബോർഡ് ഉള്ളിൽ വെച്ചപ്പോൾ അത് നിൽക്കാത്ത മാതിരിയായിരുന്നു. 2-3 വട്ടം ചെയ്ത് നോക്കി, ആയിട്ടില്ല. ചായ ഉണ്ടാക്കണം.
ഫസ്റ്റ് ഉണ്ടാക്കണം. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് നൂൽപുട്ടുണ്ടാകും. നൂൽപുട്ടും മുട്ടക്കറി ഉണ്ടാക്കാം. അപ്പം ഞാനാണ് അടുക്കളയുടെ ഫസ്റ്റ് എൻ്റർ ചെയ്യാൻ പോകുന്നത്. ഇതെന്താ ഫസ്റ്റ് വീട്ടിൽ കൂടുതൽ കഴിഞ്ഞ് കയറുമ്പോൾ. അപ്പം ഇനി ചായ എനിക്ക് മാത്രമേ വേണ്ടുള്ളൂ, ഇവർക്കൊന്നും ചായ വേണ്ട. അപ്പം ഇനി ചായ ഉണ്ടാക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കണം. ഇന്നലെ രാത്രി വൈകുന്നേരം ഒരാൾ ഷെയ്ക്കെല്ലാം ആക്കി കുടിച്ചിട്ട് എൻ്റെ ഗ്ലാസ് പൊട്ടിച്ച് വെച്ച്, ജ്യൂസ് ഗ്ലാസ്. ഇതിന് പുറത്ത് കളയണം. 2 ഗ്ലാസ് ഇതുപോലെ പൊട്ടി, പിന്നെ 1 ഗ്ലാസ് ഇതിൽ മിസ്സിങ്ങാ. അത് ഇവിടെ കൊണ്ട് കളഞ്ഞെന്ന് എനിക്കറിയണം. പിന്നെ ആരാ? അല്ല, അതിപ്പോൾ ചെയ്തത് അപ്പൂസ. അപ്പോൾ രാവിലെ ഞാൻ പാൽ ചായ തന്നെയാണ് കുടിക്കുന്നത്. വൈകുന്നേരം ഇപ്പോൾ 3-4 ദിവസമായിട്ട് കട്ടനാണ് കുടിക്കുന്നത്. രാവിലെ പാൽ ചായ തന്നെ വേണം. പിന്നെ എനിക്ക് മാത്രമല്ലേ വേണ്ടുള്ളൂ, ഇവരെ മക്കളൊന്നും ചായ കുടിക്കില്ല. അതുകൊണ്ട് എനിക്ക് മാത്രമേ ഉണ്ടാക്കുള്ളൂ. പാലൊഴിക്കട്ടെ. പിന്നെ പഞ്ചസാര വേണ്ടണ്ട്. ഇത് ചായപ്പൊടി, ഇത് പഞ്ചസാര. ഇത് നമ്മൾ വേഗം കൊണ്ട് വാങ്ങിയ ചായപ്പൊടി. വേഗം അപ്പൊ ഇന്നത്തെ ചായ എന്റെ സ്പെഷ്യൽ ചായ. ചായപ്പൊടിയുടെ എന്തുകൂടിയാ? അത് പഞ്ചസാര ഇട്ടപ്പോൾ ഉള്ളതായിരിക്കും. അത് കുറച്ച് ടൈം വേവണം. നമ്മൾ ഇത് നമ്മൾ സാധാരണ പൊടി പോലത്തെ ചായപ്പൊടിയല്ലല്ലോ. ഇത് കുറച്ച് ഇങ്ങനെ കുരുവായിട്ടുള്ളതല്ലേ, അപ്പോൾ അത് കുറച്ച് ടൈം വേവണം. ഇങ്ങോട്ട് വാ, മണ്ണിലുണ്ട. രാവിലെ തന്നെ ഒരു പീസ്, ചെറിയ പീസ്. അപ്പോൾ മോൻ ജിമ്മിലേക്ക് പോയി. ഇനി അവൻ 1 മണിക്കൂർ ആവും വരാൻ, 1 മണിക്കൂർ കഴിയും വരാൻ. അപ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അതായിട്ടില്ല, പറിക്കണ്ട, ആയിട്ടില്ല. ഏയ് ഇല്ല, ആയിട്ടില്ല, കുറച്ചുകൂടി ആവാനുണ്ട്. അപ്പോൾ നൂൽപുട്ടും മുട്ടക്കറിക്കും മുട്ട ഞാൻ പുഴുങ്ങാൻ വെക്കുന്നുണ്ട്. മോന് അവൻ ചില ദിവസമേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളൂ, അല്ലെങ്കിൽ ചില ദിവസം ഓട്സാണ് കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് വേണം. പിന്നെന്താ, ഒരാൾ രാവിലെ എഴുന്നേറ്റിട്ട് ഇന്ന് തന്നെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല. ഇന്നെന്താ ഇത്ര നേരത്തെ എഴുന്നേറ്റ്? ചേച്ചൻ പോകുമ്പോൾ വിളിച്ചപ്പോൾ എഴുന്നേറ്റ്. ഞാൻ നബീസിൻ്റെ പത്തിരിപ്പൊടി കൊണ്ടാണ് നൂൽപുട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ സാധാരണ നമ്മൾ പച്ചവെള്ളം തന്നെ
എടുത്തിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. വേറെ ഞാൻ ഏതൊക്കെയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ശരിയായിട്ടില്ല. ഇതാകുമ്പോൾ നമുക്ക് നല്ല അടിപൊളി പത്തിരി കിട്ടും. പത്തിരിയും നൂൽപുട്ടും. ഞാനിപ്പോൾ നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഇഡലിത്തട്ടിൻ്റെ അകത്താണ് നൂൽപുട്ട് ഉണ്ടാക്കുന്നത്. ഇഡലിത്തട്ടും ഈ ഒരു തട്ടും ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ സ്റ്റീം ചെയ്യാൻ എന്തെങ്കിലും ആവിക്ക് വെക്കുന്ന തട്ട്, പിന്നെ ഇഡലിത്തട്ട്. അപ്പോൾ ഇഡലിത്തട്ടിൽ ഞാൻ ആദ്യം ഓയിൽ ആക്കി കൊടുക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിച്ചിട്ട് കിട്ടാണ്ടാവും. അതുകൊണ്ട് ആദ്യം ഓയിൽ തേച്ച് കൊടുക്കും. എന്നിട്ട് അത് പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് പിന്നെ കുറച്ച് എല്ലാ കുഴിയിലും തേങ്ങ ഇട്ട് കൊടുക്കും. എന്നാൽ പിന്നെ നമുക്ക് നൂൽപുട്ട് പെട്ടെന്ന് ഇളകി വരും, അങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. അതിന് ശേഷം നൂൽപുട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, നല്ല സ്മൂത്തായിട്ട് വീണ് കിട്ടുന്നുണ്ട്. നല്ല പൊടിയാണ് നബീസിൻ്റെ. നമുക്ക് നല്ല അടിപൊളി ഇടിയപ്പം കിട്ടും. അപ്പോൾ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. നൂൽപുട്ടും ഒരു സൈഡിൽ ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡിയായി, നൂൽപുട്ടും റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇനി മോൻ വന്നതിന് ശേഷം മാത്രമേ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.